everyone, welcome back. ഇന്നത്തെ റെസിപ്പി പാവക്ക കറിയാണ്. എളുപ്പത്തിൽ നല്ല രുചിയിൽ കയ്പ്പ് ഒട്ടും തന്നെ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. കയ്പ്പ് കാരണം പാവക്ക കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാവയ്ക്ക കറി റെഡിയാക്കാൻ വേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാവയ്ക്ക നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത പാവയ്ക്ക ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 മിനിറ്റ് നേരം ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു പാവയ്ക്കയുടെ പച്ച ചുവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പാവയ്ക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. പാവക്ക ഒന്നങ്ങ് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്തത്. ഇതിന് പകരം ഉള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഏകദേശം ഒരു 10 അല്ലി ഉള്ളിയൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 3 or 4 ചേർക്കാവുന്നതാണ്. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർക്കുന്നത്. ഏകദേശം 1 കപ്പ് വെള്ളമുണ്ട്. 250 ml കപ്പിൽ അളന്നാൽ 1 കപ്പ് വെള്ളമാണ് ഈ ഒരു സമയത്ത് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഏകദേശം ഒരു 1/2 കപ്പ് സാധാരണ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വളരെ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. ഏറ്റവും ചെറിയ തീയിലാണ് വെക്കേണ്ടത്. 15 മിനിറ്റ് നേരം അടച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല. പക്ഷെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രമാണ് കറക്റ്റായിട്ട് അതൊന്ന് നന്നായി കിട്ടുക. ഇനി അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പക്ഷേ ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ 2 എണ്ണം തന്നെ മതിയാവും. പകുതി സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം 5 or 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഈ ഒരു സമയത്ത് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. സാധാരണ നമ്മൾ കറിക്ക് വറുത്തെടുക്കുന്നത് പോലെ തന്നെ ഇത് വറുത്തെടുക്കാം. ഇനി ഈ ഒരു കറിയിലേക്ക് എടുക്കുമ്പോൾ തേങ്ങ ഒരുപാട് അങ്ങ് വറുത്ത് ബ്രൗൺ കളർ ആവണം എന്നില്ല. തേങ്ങ ഒന്ന് ക്രിസ്പി ആയി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും ഇതെല്ലാം ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കണം, അല്ലെങ്കിൽ എല്ലാ മുളകും കൂടി എരിവ് കൂടിപ്പോവും. 2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്താൽ തീ നന്നായി കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കറിയിലേക്ക് എടുക്കുന്ന മസാലയിൽ തേങ്ങ നമ്മൾ ഒരുപാട് വറുത്തെടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം പൊടികളിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം തേങ്ങ വറുക്കാതെ ഒരിക്കലും ഈ കറിയിലേക്ക് എടുക്കരുത്. ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. 15 മിനിറ്റിന് ശേഷം പാവയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് വെള്ളം വറ്റിപ്പോയിട്ടില്ല. ഇങ്ങനെ വെള്ളം വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. വറുത്തെടുത്ത തേങ്ങ കുറച്ച് വെള്ളവും കൂടി ചേർത്ത്, ഏകദേശം 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് ഇത്.
ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു ചെറിയ തീയിൽ വെക്കുക. ഒരുപാട് അങ്ങ് തിളപ്പിക്കണ്ട, വളരെ പെട്ടെന്ന് തിളപ്പിക്കാതെ ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ഒരു ചെറിയ കഷ്ണം ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു ചെറിയൊരു മധുരം ചേർത്ത് കൊടുത്താൽ ആ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ബാലൻസായി കിട്ടും. ആ ഒരു പാവക്കയുടെ കയ്പൊന്നും ഈ ഒരു കറിയിൽ തീരെ അറിയാൻ പറ്റില്ല. ഒട്ടും തന്നെ കയ്പില്ലാത്തൊരു കറിയാണ്. അരപ്പെല്ലാം കൂട്ടിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ടൊന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഇതുപോലെ കറി വെച്ചാൽ ഉറപ്പായിട്ടും കഴിക്കും. അത്രയ്ക്കും പാവയ്ക്കയുടെ കയ്പൊന്നും അറിയാൻ പറ്റാത്ത കറിയാണ്. ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു കറി 2ാമത്തെ ദിവസം എടുത്താൽ നല്ലപോലെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല രുചിയിൽ കിട്ടും. ഒരുപാടങ്ങ് വെള്ളം പോലെയല്ല ഇരിക്കുന്നത്, എന്നാൽ ഒരുപാടങ്ങ് കുറുകിയിട്ടുമല്ല കറി എടുക്കേണ്ടത്. ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ തന്നെ എടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഒട്ടും കയ്പില്ലാതെയുള്ള ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.